ഹലോ സുഹൃത്തുക്കളെ, ഇടുക്കിയിലെ യാത്ര തുടരുമ്പോൾ ഇപ്പോൾ പോകുന്ന കുന്നിലേക്ക് ഇടുക്കി ബസ് സ്റ്റാൻഡിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം ദൂരം. അതുകൊണ്ടാവണം ഇവിടം 10-ാം മൈൽ എന്നറിയപ്പെടുന്നത്. ഇടുക്കി ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് ബസ്സിനെത്തിയാൽ കുറച്ചു ഭാഗം നടക്കണം. പക്ഷേ അതൊരു ഹെവി ടാസ്ക് അല്ല. കോൺക്രീറ്റ് ചെയ്ത പാതയാണ്. അതേസമയം ഓട്ടോയോ ക്യാബോ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വണ്ടിയാണെങ്കിൽ മുകളിൽ വളരെ എളുപ്പത്തിലെത്താം. കയറും വഴി ഉയർന്നു പോകുന്ന വഴിയിൽ നിന്നും വിശാലമായ ആ സ്ഥലത്തിന്റെ കാഴ്ച കാണാം. പോകുന്ന വഴിക്ക് ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ച് ചെറിയ കടകളും റിസോർട്ടുകളും പിന്നെ തീർത്ഥാടന കേന്ദ്രം സൂചിപ്പിക്കുന്ന ചെറിയ കുരിശും തേയിലത്തോട്ടങ്ങളും കാണാം. അങ്ങനെ കയറി ചെല്ലുന്നിടത്ത് കാൽവരി മൗണ്ട് ഇക്കോ ടൂറിസത്തിന്റെ ഒരു വലിയ കമാനവും ബോർഡുകളും കാണാം. പോകുന്ന വഴിക്ക് മറ്റനേകം കാഴ്ചകളുണ്ട്. എങ്കിലും എല്ലാം ഒന്നും വിശദീകരിക്കാൻ സമയമില്ല. കാണാൻ പോകുന്ന കാഴ്ച ഏറ്റവും ഭയങ്കരമായോണ്ട് അവിടുത്തെ കാഴ്ചകൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുകയാണ്. അകത്ത് കയറിയാൽ പിന്നെ വിശാലമായ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെക്കാം. ശേഷം ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് ഒരാൾക്ക് എൻട്രി ഫീ 25 രൂപയാണ്. പിന്നെ പാർക്കിങ്ങിന് വേണ്ടി 2 വീലറിന് 10 രൂപ. അങ്ങനെ ആകെ 60 രൂപ ഞങ്ങൾക്കായി. 2 പേര്. ഇടുക്കിയിലെ കാൽവരിക്കുന്ന് അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ട്രക്കർമാരുടെ പറുദീസ എന്ന് പറഞ്ഞെങ്കിലും ക്രിസ്തുവിന്റെ ക്രൂശീകരണം നടന്ന ജെറുസലേമിന്റെ കവാടത്തിന് പുറത്തുള്ള സ്ഥലമായിരുന്നു ഈ കാൽവറി പർവ്വതം. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയും കഷ്ടാനുഭവങ്ങളെയും സൂചിപ്പിക്കുന്ന ഈ പേരിൽ ലോകമെമ്പാടും അനേകം സ്ഥലങ്ങളുണ്ട്. അവയിൽ പലതിനെയും പോലെ ഇതും ഒരു ക്രിസ്ത്യൻ, പ്രത്യേകിച്ച് കത്തോലിക്ക വിഭാഗത്തിന്റെ ആണെന്ന് തോന്നുന്നു, ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ പർവ്വത ശിഖരം. നോമ്പ് കാലത്ത് വിശ്വാസികൾ കുന്നിൻ മുകളിൽ കുരിശൊക്കെ ചുമന്നൊരു യാത്ര നയിക്കാറുണ്ട് എന്നാണ് കേട്ടത്. എന്തായാലും ഇത് കേരള സർക്കാരിന്റെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. നമ്മളിവിടെ എത്തിയതും ആ ഒരു ഉദ്ദേശത്തിലാണ്. ആ തീർത്ഥാടന ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല. പകരം ഇവിടുത്തെ പറുദീസ നമുക്ക് ആസ്വദിക്കാം. എറണാകുളം തൃശൂർ ഭാഗത്തു നിന്നും തൊടുപുഴ കോതമംഗലം നേര്യമംഗലം വഴി ചെറുതോണിയിൽ എത്തിയാൽ കാൽവരി മൗണ്ടിലെത്താം. കോട്ടയം ഭാഗത്തു നിന്നുള്ളവർക്ക് കട്ടപ്പനയിൽ എത്തിയ ശേഷം ചെറുതോണി റൂട്ടിൽ സഞ്ചരിച്ചാൽ കാൽവരി മൗണ്ടിലെത്താം. ഇടുക്കി സന്ദർശിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കാൽവരി മൗണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കൂടാതെ ഒരു ക്യാൻറ്റീൻ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ തിരിച്ചിറങ്ങും വഴി അവിടെ നിന്ന് കയറാം. ഇവിടെ നിന്നും ആ തീർത്ഥാടന സ്ഥലത്തേക്ക് പോകാനുള്ള വഴി വേറെയുണ്ട്. മുളഞ്ചില്ലകൾ കൂട്ടിയിണക്കി തീർത്ത വാതിലിൽ കൂടെ ആ കുന്നിന്റെ വ്യൂ പോയിന്റിലേക്ക് പോകും വഴിക്ക് സൈഡിൽ വെട്ടി നിർത്തിയിരിക്കുന്ന ചെടികൾ, അതിനപ്പുറം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം സൈഡിലുണ്ട്. എല്ലാം കാണുന്നുണ്ട്. പിന്നെ നല്ല വെളിച്ചമുണ്ട്. കൊള്ളായി ചെടികൾ വെട്ടി നിർത്തിക്കുന്നല്ലേ. അതും ഒരേ തരം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ചെടികൾക്കിടയിൽ കൂടെ നമുക്ക് നടക്കാനാകും. നല്ല ഭംഗിയുള്ള പൂക്കൾ. ഞങ്ങളുടെ നാട്ടിൽ കലംപൊട്ടി എന്ന് വിളിക്കുന്ന, ചിലയിടത്ത് അതിരാണി എന്നറിയപ്പെടുന്ന പൂക്കൾ നിറഞ്ഞ ചെടിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താണ് പറയുക? താഴെ കമന്റ് ചെയ്യൂ. അങ്ങനെ ആ വ്യൂ പോയിന്റിലേക്ക് പോകും മുമ്പ് അതിനകത്തുകൂടി ഞങ്ങളൊന്ന് ഉലാത്തുകയാണ്. അധിക സമയം ഉലാത്തി കളയാതെ നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ സ്ഥലത്തിന് കല്യാണത്തണ്ട് എന്നുകൂടി ഒരു പേരുണ്ട്. കല്യാണ ഫോട്ടോഷൂട്ടുകൾ അധികം നടക്കുന്ന സ്ഥലമായതുകൊണ്ടാണോ ആവോ ഇടുക്കി വനം വകുപ്പിന് കീഴിലുള്ള ഒരു ട്രെൻഡിംഗ് ടൂറിസ്റ്റ് പ്ലേസ്. ഇടുക്കിയുടെ മാസ്മരിക സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹീത ഭൂമിയിലേക്കാണ് നമ്മുടെ ഈ നടപ്പ്. സമുദ്രനിരപ്പിൽ നിന്നും 2700 അടി മുകളിൽ ഇടുക്കി ഡാമിന്റെ ജലസമ്പത്ത് മൊത്തം ഒറ്റക്കാഴ്ചയിൽ ലഭിക്കുന്ന വ്യൂ പോയിന്റിലേക്ക്. ഇടുക്കി യാത്ര തിരിക്കുന്ന പല സഞ്ചാരികളും ഡാം കണ്ടു മടങ്ങാറാണ് പതിവെങ്കിലും ശരിക്കും ഇടുക്കിയിലെ കാഴ്ചകളിൽ ഏറ്റവും സുന്ദരമായത് ഈ കാൽവരി മൗണ്ട് തന്നെയാണ്. വ്യൂ പോയിന്റിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇത് ഇടുക്കി തന്നെയാണോ അതോ ഏതെങ്കിലും വിദേശ രാജ്യമോ മറ്റോ ആണോ എന്ന് തോന്നും വിധമുള്ള പ്രകൃതി. ഓരോ കാലാവസ്ഥയിൽ ഇവിടെ ലഭിക്കുന്ന അനുഭവം വ്യത്യസ്തമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല മൂടാപ്പ് നിറഞ്ഞ ചെറിയ മൂടൽ മഞ്ഞുള്ള സമയമായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് താഴെ വരെയുള്ള കാഴ്ചകൾ കാണില്ലെങ്കിലും മൂടൽ മഞ്ഞിലൂടെയുള്ള ഇതിന്റെ കാഴ്ചയും ഒരു പകൽ മൊത്തം നോക്കിയിരുന്നാലും വിട പറഞ്ഞു പോരാൻ തോന്നാത്തത്രയ്ക്ക് വളരെ ഭംഗിയേറിയതാണ്. നമ്മൾ ഇതിനു മുമ്പ് യാത്ര ചെയ്ത ശെന്തിരുണിയിലെ റോസ്മലയുടെ ഭൂപ്രകൃതിയുമായി അഭേദ്യമായ സമാനതകൾ ഉള്ളയിടം. ആ വീഡിയോ കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് താഴെയുണ്ട്. ഈ വീഡിയോ കണ്ട ശേഷം അത് പോയി കാണുക. അങ്ങനെ കണ്ട് ആസ്വദിച്ചു വരുമ്പോഴാണ് അവിടേക്ക് കുറച്ച് തമിഴ് സുഹൃത്തുക്കൾ കാണാൻ നല്ലൊരു പട്ടിയുമായി ആ സ്ഥലത്തേക്ക് വന്നു. കുറച്ചുപേരുടെ കണ്ണുകൾ പെട്ടെന്ന് അതിലുടക്കി. എനിക്ക് നായ്ക്കളെ വളർത്തിയോ അതിന്റെ ഇനങ്ങളെ പറ്റിയോ വലിയ ധാരണയില്ല.
ഗൂഗിൾ സെർച്ചിൽ കണ്ടെത്തിയതനുസരിച്ച് പല നിറങ്ങളിലും അടയാളങ്ങളിലും കട്ടിയുള്ള രോമവും നീല അല്ലെങ്കിൽ ബഹുവർണ്ണ കണ്ണുകളും നിവർന്ന ത്രികോണാകൃതിയിലുള്ള ചെവികളും ഉള്ള ഇടത്തരം വലിപ്പമുള്ള സ്ലൈഡ് നായ ഇനത്തിൽപ്പെട്ട സൈബീരിയൻ ഹസ്കിയാണിത്. എന്തുവായാലും നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. ആ പട്ടിയും ഈ സ്ഥലം ആസ്വദിക്കുന്നുണ്ടാവും അല്ലേ? എന്തായാലും നമുക്കിവിടെ കുറച്ച് താഴേക്ക് ഇറങ്ങി നോക്കാം. ഡാമിൻ്റെ റിസർവോയർ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇത് ഇടുക്കി ഡാമിൻ്റെ അല്ലയോ? അതെ അതെ. കടുത്ത വെയിലായതുകൊണ്ടാണ് ഇങ്ങനത്തെ തുണിയൊക്കെ ഇട്ട് മറച്ചിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് വ്ലോഗ്സിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ കാൽവറി മൗണ്ട് ഇടുക്കി ജില്ലയിലെ കാൽവറി മൗണ്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഭയങ്കര മനോഹരമായ സീൻസാണ്. കാൽവറി മൗണ്ടിന് മുമ്പിലുള്ള റിസർവോയറിൻ്റെ കാഴ്ചകൾ, ഇടുക്കി ജില്ലയുടെ റിസർവോയറിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയും കാഴ്ചകളുണ്ട്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അകലെ സഞ്ചാരികൾക്കായി ഒരുക്കിയ വനംവകുപ്പിന്റെ 3 ചെറിയ കോട്ടേജുകളുണ്ട്. 2500 രൂപ മറ്റോ ആണ് അവിടുത്തെ താമസ ചെലവ് എന്നാണ് അറിഞ്ഞത്. തഴച്ചു വളരുന്ന പുൽമേടും ആ പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ പുറത്ത് ഇടയ്ക്ക് തെളിഞ്ഞിരിക്കുന്ന പാറക്കൂട്ടവും അവിടെ വീശിയടിക്കുന്ന ഇളങ്കാറ്റിനൊപ്പം കുളിരണിയിക്കുന്ന മൂടൽമഞ്ഞും മലമുകളിൽ കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന മേഘക്കൂട്ടവും അതിനിടയിൽ കൂടി അരിച്ചിറങ്ങുന്ന സൂര്യകിരണങ്ങളും ആ കിരണങ്ങളിൽ തെളിയുന്ന പുൽമേട്ടിൻ വശ്യതയും പാറക്കൂട്ടവും പുൽമേടിനും താഴെ കാണുന്ന സമ്പുഷ്ടമായ വനവും അതിനിടയിലായി ഇടുക്കി ഡാമിന്റെ വിശാലമായ ജലശേഖരവും ആ നീലജലത്തിലേക്ക് പലയിടത്തും കയറിയിറങ്ങി കിടക്കുന്ന ചെറിയ ദ്വീപുകളും അങ്ങ് ദൂരെ മാറിയുള്ള കുറത്തി മലകളുടെ ദൃശ്യവും എല്ലാമാണ് ഇവിടുത്തെ കാഴ്ചകൾ. വൈകുന്നേരങ്ങളിലും രാവിലെയും മലകളിൽ പെയ്തിറങ്ങുന്ന കോടമഞ്ഞ്, ഉച്ചവെയിലിന്റെ രൂക്ഷതയിലും കുളിര് പകരുന്ന കാറ്റ്, ഇങ്ങനെ കാൽവരി മൗണ്ടിനെ സഞ്ചാരികളുടെ പ്രിയങ്കരിയാക്കാൻ കാരണങ്ങൾ ഏറെയാണ്. ഇരുവശങ്ങളും മലകൾ, അതിന്റെ താഴ്വരയിൽ കൊടും വനം, നടുക്കാണെങ്കിൽ റിസർവോയർ. ഇങ്ങോട്ട് വരുന്നത് തന്നെ നമ്മൾ കുറേ എന്താ പറയുക ഹൈ റേഞ്ചിൽ കൂടെയുള്ള യാത്ര മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ വ്യൂ പോയിന്റ്സ് കാണാനുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലെ യാത്രകൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പം തമിഴ്നാട്ടിലെ ഞങ്ങളുടെ ആ വീഡിയോസ് വെറൈറ്റി ടൈപ്പ് ഓഫ് വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളീ പോകുന്ന വഴിക്കെല്ലാം തന്നെ ഇരിക്കാനുള്ള ബെഞ്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റിസർവോയറിൻ്റെ കാഴ്ചകൾ, താഴോട്ടുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇത്തരം ബെഞ്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ നല്ല വെയിലായിട്ട് ഞങ്ങൾ ഇരിക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടി ഈ പാറയുണ്ടല്ലോ, ധാരാളം വേണ്ടെങ്കിൽ ഇരിക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഈ കാൽവരി മൗണ്ടിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇതുമാതിരി ഒരു കാഴ്ചകൾ കാണാം. നമ്മൾ താഴോട്ട് ഇറങ്ങുന്നതനുസരിച്ച് നമ്മുടെ വ്യൂ തന്നെ, നമുക്ക് വ്യൂയിങ് ആംഗിൾ തന്നെ നല്ല വൈഡ് ആയിരിക്കും. ഇതിപ്പോൾ കാണുന്ന ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഇടുക്കി ഡാമിൻ്റെ റിസർവോയറാണ്. നമ്മൾ എല്ലാ എന്താ പറയുക മഴക്കാലത്തും കേൾക്കുന്ന പേരാണ് ഇടുക്കിയിലെ ഡാമുകളുടെ കാര്യങ്ങളൊക്കെ. അതെ, മീഡിയാസ് എപ്പോഴും പറയാറുണ്ട് മുല്ലപ്പെരിയാർ ഡാം ഇപ്പൊ പൊട്ടും. അതെ, അത്തരം വാർത്തകൾ കൊണ്ട് മാത്രമല്ല, ഇത്തരം മനോഹരമായ പ്ലേസ് കൊണ്ടും അതിമനോഹരമായ പ്ലേസ് കൊണ്ട് ഫേമസ് ആണ് ഈ ഇടുക്കി ജില്ല. അതെ, ഇടുക്കി ജില്ലയിലെ മറ്റു ചില സ്ഥലങ്ങൾ കൂടി ഞങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക, തമിഴ്നാട് യാത്രയ്ക്ക് മുമ്പ്. ഇനി കുറെ യാത്രകൾ വരുന്നുണ്ട്. സോ കം ഓൺ, കുറച്ചുകൂടെ ഇറങ്ങി പോകണം.
തിരിച്ച് കയറണ്ടായോ? ആണ്. നമുക്ക് എന്തായാലും അതിനു മുമ്പ് ഈ റിസർവോയറിന്റെ കാഴ്ച ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം. അതായത് നമുക്ക് താഴെ കാണുന്ന റിസർവോയറിന്റെ അടിപൊളി കാഴ്ചകൾ. ഇത് കഴിഞ്ഞാൽ മുകളിലോട്ടൊന്ന് നോക്കിയേ. ഓ, മേഘങ്ങളുടെ ഒരു വിസ്മയ കാഴ്ചകളാണെന്ന്. എനിക്കിപ്പോ ഓർമ്മ വരുന്നു, നീ ഇപ്പം ഈ ഹൈ റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാട്ടൊക്കെ ആണല്ലോ. ഇതിനു മുമ്പ് നമ്മൾ കാസർഗോഡ് യാത്ര നടത്തിയപ്പോൾ അവിടെ റാണിപുരത്ത് പോയപ്പോഴും ഇതുപോലെ പാട്ടൊക്കെ പാടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹിൽ സ്റ്റേഷനിലൊക്കെ വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു വൈബാണ് ശരിക്കും പറഞ്ഞാൽ റെസിൻ കൺവേ ചെയ്യുന്നത് നമ്മളെല്ലാം. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നീണ്ടു കിടക്കുന്ന ആ ഒരു ഇടുക്കി റിസർവോയർ. പിന്നെ അത് കഴിഞ്ഞിട്ട് മണ്ടയ്ക്ക് നമുക്ക് അങ്ങോട്ട് നേരെ മണ്ടയ്ക്കോട്ട് നോക്കിയാൽ ഇഷ്ടംപോലെ മേഘങ്ങൾ. അടിപൊളി. ഇതെല്ലാം നിങ്ങൾ കാണുന്നത് 4K ദൃശ്യമികവോടെയാണ്. നീലയും പച്ചയും ഒരുമിച്ച് ചേർന്ന് ചിത്രം വരച്ചതുപോലെയുള്ള സ്ഥലമാണ് ഈ കാൽവരി മൗണ്ട്. ഇടുക്കി ആർച്ച് ഡാം മുതൽ അയ്യപ്പൻ കോവിൽ വരെയുള്ള ദൃശ്യങ്ങളും കാമാക്ഷി, മരിയപുരം ഗ്രാമങ്ങളും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നു. രാത്രി ഇവിടെ തങ്ങി സൂര്യോദയം കാണുന്നത് വലിയ അനുഭവമായിരിക്കും എന്നാണ് കേട്ടത്. മാത്രവുമല്ല, ചില സമയങ്ങളിൽ താഴത്തെ ഈ വനത്തിൽ ആനയും മറ്റു വൈൽഡ് ആനിമൽസിനെയും കാണാൻ, അതുപോലെ ആദിവാസികളെയും ബൈനോക്കുലർ ഉപയോഗിച്ച് കാണാൻ കഴിയുമെന്നാണ് കേട്ടത്. ഇത് ഞങ്ങളുടെ യാത്രയുടെ ഇടുക്കി യാത്രയുടെ 3ാമത്തെ ദിവസമാണ്. ആദ്യത്തെ 2 ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കയറി കാണുക. ഒരു അടിപൊളി എന്താ പറയുക ഞങ്ങളുടെ യാത്രയായിരുന്നു. 2 ദിവസമായി നമ്മൾ ഈ ഒരു യാത്ര ചെയ്യുന്നത്. യൂതേണ്ട് രസം പോയി ഇറങ്ങാൻ വേണമെങ്കിൽ നമുക്ക് എത്രയും വേണമെങ്കിലും ഇറങ്ങാം. പക്ഷെ ഓർക്കണം, ഈ ഇറക്കങ്ങളെല്ലാം നമ്മൾ കയറേണ്ടതാണെന്ന്. ഞങ്ങൾ പിന്നെ ഈ ബാഗും ഒക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. ഒരു എക്സ്ട്രാ ലോഡുണ്ട് നമ്മുടെ ബാക്കിൽ. എന്തായാലും നന്നായി. ആഹാ, ഇനിയുണ്ടല്ലേ. ഈ വ്യൂ പോയിൻറ്റ്സിലൊക്കെ വരുമ്പോൾ നമ്മൾ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ കാണും. അപ്പോൾ ഈ എല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയ പേജ് എന്താ പറയുന്നത് പ്രൊഫൈൽസൊക്കെ ഉള്ളതുകൊണ്ട് അവരെല്ലാവരും ഈ പ്ലേസുകളൊക്കെ ടാഗ് ചെയ്ത് അതുപോലെ ലൊക്കേഷൻസൊക്കെ ഓണാക്കി എടുത്ത ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്കും തോന്നും ഒന്നെന്താ ഈ ഒരു സ്പോട്ടിൽ പോയാലോ ഒന്ന്. പിന്നെ അതൊരു കാര്യമുണ്ട്, ആ ഫോട്ടോസിനകത്തൊന്നും ശരിക്കുമുള്ള സ്ഥലത്തിൻ്റെ വിശദമായ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന് ഞങ്ങളുടെ ചാനലിനകത്ത് ഇതിനെക്കുറിച്ച് അത്യാവശ്യം വിശദമായിട്ട് വഴിയും പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷനും ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്നതാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കയറി കാണുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ ഈ കാൽവരി മൗണ്ടിൻ്റെ ഞങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞാലേ ഈ സ്ഥലത്ത് നിന്ന് റെസ്റ്റ് എടുക്കുക. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഗുണം. റൂഫിങ്ങുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ഏറിട്ടാണ് ഇവിടെ വന്നിരിക്കുക. ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടൊന്ന് കഴിച്ചാൽ കൊള്ളാം. പക്ഷേ ഞങ്ങൾക്ക് ചെറിയൊരു തൊണ്ട കിച്ച് എന്താ പേര് കുഞ്ഞിൻ്റെ? സ്റ്റീവ്. ഇടുക്കിയുള്ള ആൾ തന്നെ? കണ്ണൂരോ? ഓ ശരി. ഫസ്റ്റ് സ്പോട്ടാണോ? ലാസ്റ്റ് എവിടെയൊക്കെ പോയി? എവിടെ സ്റ്റേ? മൂന്നാർ. മുകളിൽ കയറിയപ്പോൾ കണ്ടുമുട്ടിയ ഒരു കുടുംബമാണ്. കണ്ണൂരുകാരാണ്. സാധാരണ അങ്ങനെ കൊച്ചു പിള്ളേരൊന്നും അടുക്കാറില്ല. ആ കുഞ്ഞ് പെട്ടെന്ന് എന്നോടങ്ങ് അടുത്തു. നമ്മൾ ഇടുക്കി വന്നപ്പോൾ നമുക്ക് നല്ലതായിട്ട് തണുപ്പ് നമ്മൾ നല്ലതായിട്ട് ഫീൽ ചെയ്തു. അതിൻ്റെതായിട്ടുള്ള യാത്രക്കകത്ത് നമുക്ക് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര യാത്ര ചെയ്താലും നമ്മൾ വേർക്കുന്നില്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇവിടെ ഈ തണുപ്പൊക്കെ കാരണം തന്നെ ഇവിടെ കോട ഇറക്കുന്നതും അതുപോലെ നല്ല സൺറൈസും പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ചാനലിനകത്ത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു യാത്രക്കകത്ത് ഇത് ലാസ്റ്റ് ഡേ. ഇനി ഞങ്ങൾ അടുത്തൊരു സ്പോട്ടിലോട്ട് പോകുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സ്ഥലത്തോട് വിട പറയുന്നതിന് മുമ്പ് അവിടുത്തെ ക്യാൻറ്റീനിൽ കയറി ഓരോ ലൈം ടീ കുടിച്ച് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു.
ഞങ്ങളെയും പരിചയപ്പെടുത്തിയിട്ട് തിരികെ ഇറങ്ങുവാണ്. അങ്ങോട്ട് പോയ വഴിക്ക് തന്നെയാണ് തിരിച്ചു വരുന്നതെങ്കിലും വഴിക്ക് കാണാഞ്ഞ പല സാധനങ്ങളും തിരിച്ചു വരുമ്പോൾ കണ്ടു. കാര്യം നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ മറ്റൊന്ന് നാശിച്ച് വെക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ തിരിച്ചു വരുന്ന വഴിക്കാണ് ഇത് ശരിക്കും ഞങ്ങൾ കണ്ടത്. ഇതപ്പോ പണിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ടിക്കറ്റ് ചാനലിൽ കേട്ടുന്നുണ്ടെന്നാണ് കേട്ടത്. ആകാശക്കപ്പൽ. അതിൽ നിൽക്കുന്ന ആൾ കേരളത്തിൽ എത്തിയെന്ന് കരുതപ്പെടുന്ന യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ തോമസ് ലീഹ ആയിരിക്കാം. അങ്ങനെ ഈ സ്ഥലത്തോട് വിട പറയുന്ന സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.